ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയതിന് തുർക്കി കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇന്ത്യൻ ആർമിയുടെ മുൻ മേജർ ജനറൽ GD ബക്ഷി പറയുന്നു. പാകിസ്ഥാന് തുർക്കി ആയുധങ്ങൾ നൽകിയതിന് ബദലായി തുർക്കിയുടെ മുഖ്യ ശത്രുവായ ഗ്രീസിന്റെ സൈനിക ശക്തി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രീക്ക് വെബ്സൈറ്റായ ഡയറക്ടസിനോട് സംസാരിക്കവെയാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങാനും അദ്ദേഹം ഗ്രീസിനോട് നിർദ്ദേശിച്ചു. തുർക്കിയുടെ മുഖ്യ ശത്രുവായ ഗ്രീസുമായുള്ള സൗഹൃദവും കിഴക്കൻ മെഡിറ്ററേനിയനിലെ ഇന്ത്യയുടെ സാന്നിധ്യവും റജബ് തയ്യിബ് എർദോഗന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ 8 ടാങ്കുകൾ നിർമ്മിച്ചു. അവയെ പീരങ്കി സംവിധാനങ്ങളായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ ആയുധങ്ങൾക്ക് തുർക്കിയിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കാൻ കഴിയും. തുർക്കിക്ക് ഗ്രീസുമായോ സപ്രസുമായോ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ സഹായത്തോടെ ഈ രാജ്യങ്ങൾക്ക് തുർക്കിയെ പരാജയപ്പെടുത്താൻ കഴിയും. പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ തുർക്കി കാണിച്ച ധീരതയ്ക്ക് തുർക്കി വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. തുർക്കി പാകിസ്ഥാൻ നൽകിയ ഡ്രോണുകളും ആയുധങ്ങളും ഇന്ത്യ നശിപ്പിച്ചു. അതിൽ വ്യോമതാവളത്തിനുള്ള 2 മൊബൈൽ കമാൻഡ് കൺട്രോൾ സെന്ററുകളും ഉൾപ്പെടുന്നു. ഇപ്പോൾ തുർക്കി പാകിസ്ഥാന് ഉപരിതല വ്യോമ മിസൈലുകൾ വിൽക്കാൻ തയ്യാറെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയെ പുറത്താക്കി മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രമാകാൻ എർദോഗൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തുർക്കിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഇന്ത്യ കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ്. അതായത് പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുമായി ഇന്ത്യക്ക് ഇനി ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ട എന്ന നിലപാട് കൃത്യമായി തന്നെ ഇന്ത്യ സ്വീകരിച്ചതാണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കൊപ്പം നിന്ന തുർക്കിയുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. നേരത്തെയും തുർക്കി നമുക്കറിയാം, തുർക്കി ആയുധങ്ങൾ പാകിസ്ഥാന് നൽകിക്കൊണ്ട് തുർക്കി പാകിസ്ഥാനെ സഹായിച്ചു. എന്നിട്ട് തുർക്കി പറഞ്ഞത് എനിക്കെൻ്റെ സഹോദരനെ പോലെയാണ് പാകിസ്ഥാൻ എന്നാണ്. അവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ അവർക്കൊപ്പം നിൽക്കും എന്നാണ് തുർക്കി വ്യക്തമാക്കിയത്. തുർക്കിയുടെ ഒരു വിമാനമൊക്കെ പാകിസ്ഥാനിലേക്ക് വന്നപ്പോൾ ലോകരാജ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാനാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ തുർക്കി പറഞ്ഞത് അല്ല, ഞങ്ങൾ ഇന്ധനം നിറയ്ക്കാനായിട്ടാണ് വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് തുർക്കിയിൽ എന്നുള്ളതാണ്. എന്തായാലും തുർക്കിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഇന്ത്യ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെ പ്രധാന ആയുധ നിർമ്മാതാക്കളാണ് തുർക്കി. നാറ്റോ അംഗരാജ്യമായ തുർക്കി സമീപകാലം വരെ വളരെ അതിവേഗം വളരുന്ന രാഷ്ട്രമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോ സൈനിക സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ളത് തുർക്കിക്കാണ്. ഈ കൂട്ടായ്മയിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം കൂടിയാണ് തുർക്കി. തുർക്കി സ്വീകരിക്കുന്ന നയങ്ങൾ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോര് മൂർച്ഛിച്ച വേളയിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ നടപടി വിവാദമായിരുന്നു. ഇന്ത്യൻ കമ്പനികൾ തുർക്കിയുമായി ഉണ്ടാക്കിയ കരാറുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതും ചർച്ചയായി. എന്നാൽ ഇപ്പോൾ തുർക്കി നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നാണ്. ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നതാണ് തുർക്കി നേരിടുന്ന വെല്ലുവിളി. ഏറെക്കാലമായി തുർക്കിയുടെ ഭരണം പ്രസിഡന്റ് ഉർദുഗാന്റെ പാർട്ടിക്കാണ്. പ്രധാനമന്ത്രിയുമായി പിന്നീട് പ്രസിഡന്റുമായും തുർക്കി ഉർദുഗാന്റെ കീഴിലായിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ടു. ജനസംഖ്യ ഉയർത്താൻ വേണ്ടി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഫലം കണ്ടില്ല. ജനസംഖ്യ കുറയുന്നു എന്നത് യൂറോപ്പ് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. അതേ അവസ്ഥ ഇപ്പോൾ തുർക്കിയും നേരിടുന്നു. പ്രായമേറിയവർ കൂടി വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് ഭീഷണിയാവുന്നു. ഈ സാഹചര്യത്തിൽ ഓരോ സ്ത്രീകളും ചുരുങ്ങിയത് 3 കുട്ടികളെ പ്രസവിക്കണമെന്നാണ് ഉർദുഗാൻ ആവശ്യപ്പെടുന്നത്. 4-5 കുട്ടികൾ ഉണ്ടായാൽ അത്രയും നന്ന്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയായിരുന്നു ഒരു കാലത്ത് മിക്ക രാജ്യങ്ങളും ഭയന്നത്. സന്താനോൽപാദനം കുറയ്ക്കാൻ പദ്ധതി ആവിഷ്കരിച്ച ചൈന ഉൾപ്പെടെ അടുത്ത കാലത്ത് നയം മാറ്റിയത് നമ്മളൊക്കെ കണ്ടതാണ്. യുവജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആശങ്കയിൽ നിന്നാണത്. ഇതേ പ്രതിസന്ധിയാണ് തുർക്കിയും നേരിടുന്നത്. 2025 കുടുംബവർഷമായി ആചരിക്കുന്നതിന് പിന്നിലും ജനസംഖ്യ ഉയർത്തുക എന്ന ലക്ഷ്യമാണ്. ഇതിനുവേണ്ടി അടുത്ത 10 വർഷത്തേക്ക് പുതിയ പദ്ധതി തയ്യാറാക്കുകയാണ്. എന്നാൽ തുർക്കിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള
തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുർക്കി ഏത് രീതിയിലാണ് ഇന്ത്യക്ക് പണിഞ്ഞത് അതേ രീതിയിൽ തന്നെ തുർക്കിക്ക് 8ന്റെ പണി കൊടുക്കാൻ തന്നെയാണ് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല തുർക്കി കമ്പനിയോട് നോ പറയുകയാണ് മുംബൈ കോർപ്പറേഷൻ. തുർക്കിയുടെ റോബോട്ടിക് ലൈഫ് ബോയ് വേണ്ടെന്ന ഒരു തീരുമാനവും മുംബൈ വച്ചിട്ടുണ്ട്. പാകിസ്ഥാന് സൈനിക സഹായം നൽകിയ തുർക്കിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം പൊടിപൊടിക്കുകയാണ്. തുർക്കിയിലേക്കുള്ള യാത്രകൾ കൂട്ടത്തോടെ റദ്ദ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്കാർ. ഇതിന് പിന്നാലെ ഇപ്പോൾ തുർക്കിക്ക് മറ്റൊരു പണിയും കിട്ടി. മുംബൈ ബിഗ്മൻ കോർപ്പറേഷൻ അതായത് BMC ലൈഫ് ഗാർഡുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ച തുർക്കി കമ്പനിയുടെ റോബോട്ടിക് ലൈഫ് ബോയ് വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ജൂഹു ബീച്ച് ഉൾപ്പെടെ മുംബൈയിലെ 6 ബീച്ചുകളിലേക്കാണ് റോബോട്ടിക് ലൈഫ് ബോയ് വാങ്ങാനിരുന്നത്. എന്തായാലും ഇതുവഴി തുർക്കി കമ്പനിക്ക് 64 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 64 ലക്ഷം രൂപയുടെ ഓർഡറാണ് തുർക്കി കമ്പനിക്ക് നഷ്ടമായത്. പൊതുവെ മഹാരാഷ്ട്രയിലെ ബിസിനസ്സുകാർ ഒറ്റക്കെട്ടായി തുർക്കിക്കെതിരെ നീങ്ങുകയാണ്. ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ നീക്കമാണ് ഇന്ത്യയിൽ തുർക്കി വിരുദ്ധ വികാരം ആളിക്കത്തിച്ചത്. റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന യന്ത്രമാണ് റോബോട്ടിക് ലൈഫ് ബോയ്. റോബോട്ടിക് കൈകളും ക്യാമറകളുമുള്ള ഉപകരണം വെള്ളത്തിനടിയിലേക്ക് ഊളയിടും. മുങ്ങിത്താഴ്ന്ന വ്യക്തിയെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കും. 200 കിലോഗ്രാം വരെ പൊക്കാനുള്ള ശേഷി ഈ റോബോട്ടിക് ലൈഫ് ബോയ്ക്കുണ്ട്. ഏകദേശം 64 ലക്ഷം രൂപയുടെ ഓർഡറാണ് തുർക്കി കമ്പനിക്ക് നഷ്ടമായത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പണിഞ്ഞ തുർക്കിക്ക് വമ്പൻ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ തുർക്കി ഇതിനെ അതിജീവിക്കും എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കാരണം തുർക്കിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആപ്പിൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ആപ്പിൾ വേണ്ട എന്ന് വ്യാപാരികൾ, സർക്കാരല്ല വ്യാപാരികൾ കൂട്ടത്തോടെ തീരുമാനിക്കുന്നു. ഞങ്ങൾക്ക് 1200-1600 കോടിയുടെ നഷ്ടമുണ്ടെങ്കിലും സാരമില്ല, ഞങ്ങൾക്ക് തുർക്കിയുമായ ഒരു ബന്ധവും വേണ്ട എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. മാത്രമല്ല പല തരത്തിലുള്ള നിലപാടുകൾ പല മേഖലകളിലും, ടൂറിസ്റ്റ് മേഖലയിലും വ്യോമ മേഖലയിലും അത്തരത്തിൽ മേഖലകളിലൊക്കെ വലിയ തരത്തിലുള്ള തുർക്കിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തുർക്കിയുമായി ഇനിയൊരു ബന്ധം വേണ്ട എന്ന തരത്തിലേക്ക് പോകുമ്പോൾ തുർക്കി കൃത്യമായി തകരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോഴും തുർക്കി പാകിസ്ഥാനെയാണ് പിന്തുണയ്ക്കുന്നത്. ഭീകരവാദത്തെ ഒഴിവാക്കുക എന്നാണ് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ തുർക്കി ഭീകരവാദത്തെ വളർത്തുന്ന പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തുർക്കിയെ പുറത്താക്കാനുള്ള, അതായത് വ്യാപാര ബന്ധത്തിൽ നിന്നും എല്ലാതര ബന്ധത്തിൽ നിന്നും തുർക്കിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും തുർക്കിക്ക് 8ന്റെ പണി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്.